അപ്പോൾ എല്ലാവർക്കും ആപ്റ്റി മീഡിയയുടെ പുതിയൊരു കുഞ്ഞു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മളെന്തായാലും ക്ലീനിങ് ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അകത്ത് കയറിയിട്ടില്ലായിരുന്നു എങ്കിൽ പോലും നമ്മളുടെ മാറ്റിവെക്കേണ്ട ചെടികളുടേതും നമ്മുടെ കയറി അത്ര സ്ഥലത്തെ ചെളിയൊക്കെ ഇവിടെയൊക്കെ നമ്മൾ കോൺക്രീറ്റ് ഇട്ടിരുന്നതാണ്. ഇതെല്ലാം വന്ന് ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഇവിടെയൊക്കെ. അതേപോലെ തന്നെ ഗൈസ്, എനിക്കൊരു കാര്യം കാണിക്കാനുള്ളത്, നമ്മൾ ചെടിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് ഈ വെള്ളപ്പൊക്കത്തിന് ഒരു 2-3 ദിവസം മുമ്പ് ഞാൻ താഴേക്ക് മാറ്റി വെച്ചത് നമ്മുടെ കാശ്മീരി റോസും അതേപോലെ തന്നെ 7 days റോസും ഒക്കെ ഉണ്ടായിരുന്നു, മണ്ണിലേക്ക് ഇറക്കി വെച്ചതാണ്. അതിൻ്റെയൊക്കെ അവസ്ഥ എന്താകുമെന്ന് അറിയില്ല. എന്തായാലും 2 ദിവസം വെള്ളം അതിനകത്ത് നിന്നിട്ടുണ്ട്. അതൊക്കെ സർവൈവ് ആകുമോ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊന്നും അറിയില്ല. പിന്നെ അത് നമ്മുടെ ചൈന ഡോളൊക്കെ അത്യാവശ്യം നമ്മൾ കുഞ്ഞാക്കി വെച്ചതാണ് മണ്ണിൽ. ഒരു ഏത് മാസം വെച്ചിരുന്നത്? മാർച്ച് മാസമല്ലേ നമ്മൾ വെച്ചേ? മാർച്ചിൽ വെച്ചതാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അങ്ങനെ 5 മാസം കൊണ്ട് നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ വലുതായതാണ് ഇത്രയും ചൈന ഡോളും. ഇതൊക്കെ വെള്ളത്തിൽ 2 ദിവസം നിന്നു, എന്താകും അവസ്ഥയെന്ന് അറിയില്ല. പിന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ പറയാൻ, ഇവിടെയൊക്കെ ഏകദേശം ഈ സ്റ്റെപ്പ് വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അതിന് ഇതെല്ലാം ഇതുപോലെ കഴുകി തുടച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്റ്റെപ്പിലോട്ടൊക്കെ എന്തായാലും നമ്മൾ ചള്ളയൊക്കെ ചവിട്ടി കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ ശരിക്കും വെള്ളം കയറാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മൾ പില്ലറിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇനിയിപ്പം കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിൽ വെക്കുന്ന വീടുകൾക്കൊക്കെ ഒന്നെങ്കിൽ നല്ല ഹൈറ്റിൽ വെക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഇങ്ങനെ പില്ലറുകളിലൊക്കെ വെക്കേണ്ടി വരും. ഇപ്പോൾ ഇതേ തുണി ഉണക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. ഇതൊക്കെ എന്താവുമെന്ന് അറിയത്തില്ല കേട്ടോ. ബോഗൻവില്ലകളൊക്കെ എന്തോരം വെറൈറ്റീസ് ഉണ്ടായെന്ന് അറിയാം. എല്ലാം എവിടേക്കോ പോയി നശിച്ചു ഗൈസ്, രക്ഷയില്ല. നമ്മുടെ ചെടിച്ചട്ടികളുടെയൊക്കെ അവസ്ഥ കണ്ടോ, ഓരോ ചെടികൾ നിന്ന സ്ഥലങ്ങളാണ് ഗൈസ്. കറിവേപ്പൊക്കെ വെള്ളത്തിലായി. കറിവേപ്പൊക്കെ രക്ഷപ്പെടുമോയെന്ന് അറിയില്ല. ഈ ചെടികളെല്ലാം ഇതെല്ലാം വെള്ളത്തിൽ മുങ്ങി നിന്നായി. ഇതിൻ്റെയൊക്കെ മുകളിൽ ഏകദേശം ഈ പൊക്കം വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നതാണ്. നമ്മൾ ആഗ്രഹിച്ച് വെച്ച ഒരു ചെടിയായിരുന്നു. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. സപ്പോട്ട ഇല്ല, ഇതൊരു ബനാന സപ്പോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി വെച്ചതാണ്. പക്ഷേ അതിൽ കായ്കളൊക്കെ ഉണ്ട്. പൊന്നെ ഇടയ്ക്ക് കായൊക്കെ പറിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അതേപോലെ തന്നെ ചെടികളൊക്കെ ബെഞ്ചിൽ കുറേ എണ്ണം പൊക്കി, സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത്രയും ഇന്ന് കയറുമെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. ഇത്രയും വെള്ളം കയറുമെന്ന് വിചാരിച്ചില്ല. അതായത് എനിക്ക് ഏകദേശം മുട്ടോളം വെള്ളം അടുത്തുണ്ട് ഇപ്പം നിലവിലിവിടെ. അപ്പം ബെഞ്ച് ഒരു കട്ടട പുറത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ ചെടികൾ വെച്ചിട്ട്. ഈ ചെടികളെല്ലാം മൂടിപ്പോയി. ചെടികളെല്ലാം കവർ ചെയ്ത് വെള്ളം ഒഴുകി. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് സർവൈവ് ആകുമോ അറിയില്ല. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ അറിയാം പഴുക്കാൻ തുടങ്ങുമോ ഇല്ലെന്നൊന്നും അറിയില്ല. അടിയിലൊക്കെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ. ഇതൊക്കെ കാണാതെ പോയതും എടുത്തു വെക്കാൻ വിട്ടുപോയതും ഒക്കെയാണ്. അതേതോ ഒരു നല്ല ബോഗൻവില്ലയായിരുന്നു, അത് പോയി എന്ന് തോന്നുന്നു. കുറേ ചെടികളുണ്ട് ഗൈസ്. ഇനി അടിയിൽ നിൽപ്പുണ്ട്. ഹൈഡ്രാഞ്ചിയ വെള്ളത്തിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ കിണറൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. കിണറിൻ്റെ ചുറ്റുമതിൽ കെട്ടിയതൊക്കെ അതേൽ നമ്മൾ ഒരു സ്റ്റാൻഡ് ബെഞ്ച് വെച്ചിട്ടാണ്. അതേലാണ് നമ്മൾ താമരപ്പോട്ടുകൾ വെച്ചത്. താമരയിൽ വെള്ളം കയറിയ പ്രശ്നമില്ല, പക്ഷേ അതിലെല്ലാം ഗപ്പീസ് ഉണ്ടായിരുന്നു, നിറയെ ഗപ്പികളുണ്ടായിരുന്നു. മഴയത്ത് ഗപ്പികളൊക്കെ കുറേ ചത്തിട്ടുണ്ടാവും. കാര്യം നല്ല തണുപ്പ് മഴയല്ലേ, ഗപ്പികൾക്ക് പെട്ടെന്ന് ആ വെള്ളം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചത്തിട്ടുണ്ടാവും കുറേയൊക്കെ. എന്നാലും കുറേയൊക്കെ നമുക്ക് അതിനകത്ത് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഗപ്പീസ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നോ ഉണ്ടോ? ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. വലുതിനൊന്നും കാണുന്നില്ല ഗൈസ്. വലുതൊക്കെ പോയെന്ന് തോന്നുന്നു, ചത്ത് കാണും. ഉണ്ട്, അടിയിലുണ്ട്. അപ്പോൾ നമ്മൾ കിണറിൻ്റെ മേളിൽ എന്തായാലും കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെറ്റാണ്. ഇതാണ് നമ്മുടെ ടുഡേ ടുമോറോ യെസ്റ്റർഡേ എന്ന് പറയുന്ന ചെടിയാണ്. അത് താഴോട്ടെടുത്ത് വെച്ചതാണ്. വെള്ളം ഇവിടെ വരില്ല എന്നുള്ള പ്രതീക്ഷയില്ല. നോർമൽ വെള്ളങ്ങൾ വരാറില്ല, അങ്ങനെ പ്രതീക്ഷയിലെടുത്ത് വെച്ചതാണ്. പക്ഷെ അത് വെള്ളത്തിൽ മുങ്ങി നിൽക്കുമായിരുന്നു. ഇനി എന്തോ ആവുമെന്ന് അറിയില്ല. ഈ അരേലിയെല്ലാം വെള്ളത്തിലായിരുന്നു. ഇതെല്ലാം വെള്ളം ഇതിൻ്റെ മേളിൽ കൂടെ കടന്നുപോയി. എത്ര വർഷം കൊണ്ട് നമ്മളാക്കിയെടുക്കുന്നതായി അരിയില ചെടികളൊക്കെ എന്നറിയോ. അതൊക്കെ എങ്ങനെയാണ് ഇനി രക്ഷപ്പെടുന്നത്? ഗൈസ്, ഗപ്പികളൊക്കെ വെള്ളത്തിൻ്റെ തണുപ്പ് കൂടിയത് കാരണം ചത്ത് കിടക്കുന്നു. ഇതുകൊണ്ട് നമ്മുടെ പ്ലാറ്റിനം റെഡ് വെറൈറ്റി ഗപ്പീസ് ആയിരുന്നു. അയ്യോ, ടാങ്കിൻ്റെ അടിയിൽ ചത്ത് കിടക്കുന്നു കുറേ എണ്ണം. നല്ല കൗണ്ട് ചത്തിട്ടുണ്ട് കേട്ടോ. തണുപ്പ് കൂടി സർവൈവ് ചെയ്യാൻ പറ്റാണ്ട് ചത്തുപോയത് ഗൈസ്. ഒരു 2 എണ്ണത്തിൻ്റെ ബോഡി. 2 അല്ല ഗൈസ്, ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 3, അയ്യോ 4, 5. എനിക്ക് തന്നെ പെറുക്കാൻ മനസ്സ് വരുന്നില്ല. അയ്യോ, ഗപ്പീസ് ഓൾമോസ്റ്റ് മഴ കാരണം ചത്തുപോയി. കാര്യം നമുക്ക് മാറ്റി വെക്കാനൊന്നും സ്ഥലവും സൗകര്യമൊന്നും ഇല്ലാണ്ട്. പിന്നെ വന്നിട്ട് ഇതെല്ലാം വെള്ളത്തിലിരിക്കുമായിരുന്നു. എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല. അതേപോലെ നമ്മുടെ
ഓർക്കിഡുകളൊക്കെ വെള്ളത്തിൽ നനഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെടും, സർവൈവ് ആവുന്നത്. മൊത്തത്തിൽ നമ്മുടെ പേര ഇതൊക്കെ വെള്ളത്തിലായിരുന്നു. പേരയൊക്കെ എങ്ങനെയാണ് വെള്ളം കയറിയാലെന്ന് അറിയില്ല. അതേണ്ട വേറൊരു ഗപ്പി അതും ചത്ത് കിടക്കുന്നു ഗൈസ്. ഇത് വയറ്റിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇത് നമ്മുടെ എന്താ പറയുന്നത്, ഒരു ബ്രൂഡ് സ്റ്റോക്ക് ആയിരുന്നു, അതും ചത്ത്. ഇതൊക്കെ ഇനി വളമാക്കലേ നിവർത്തിയുള്ളൂ. അതിനൊക്കെ വേറെ മീനുണ്ടായിരുന്നുണ്ടോ അറിയില്ല. ഇതിൽ ഗോൾഡ് വെറൈറ്റി കിടപ്പുണ്ട്, ഫുൾ ഗോൾഡ്. അതിൽ പക്ഷെ അതിലത്ര ബാധിച്ചിട്ടില്ല. എന്നാൽ താമരയുടെ സ്റ്റാൻഡിങ് ലീഫുകൾ നന്നായിട്ടുണ്ടായിരുന്നു, അത് കാരണം അതത്രയും ബാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിൽ സാന്റാക്ലോസ് വെറൈറ്റി ഉണ്ടായിരുന്നു, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. അതിന് വലിയ കുഴപ്പമില്ല, സാന്റയൊക്കെ ലൈവാണ്, അതിനെ വലുതായിട്ട് ബാധിച്ചിട്ടില്ല. ഇവിടെ ചവിട്ടുന്നിടത്തെല്ലാം താഴ്ന്നു പോവുകയാണേ, അങ്ങനെ നിൽക്കുക. ഇതൊക്കെ ഉണ്ടല്ലോ, ഈ സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന ചട്ടികളുടെയൊക്കെ മുകളിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നതാണ് ഗൈസ്. അത്രമാത്രം ഭീകരമായിരുന്നു നമ്മുടെ ഇവിടുത്തെ വെള്ളം. ഇനിയും ഇതെല്ലാം പെറുക്കി വെക്കലാണ് അടുത്തൊരു പരിപാടി. അതെ, വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാം പെറുക്കി വെക്കാൻ തീരുമാനിച്ചാൽ ആ സമയത്തേക്ക് പിന്നെ വെള്ളം പൊങ്ങിയാലോ. നമ്മുടെ വീടിൻ്റെ അടിവശത്തെ അവസ്ഥ ഉണ്ടോ. പിന്നെ കുറേ തടികളുണ്ട്, അതെല്ലാം വന്ന് ഇവിടെ വേലിയുണ്ട്, വേലിയിൽ തട്ടി നിൽക്കുക. ജൈവവളം ഉണ്ടാക്കാൻ വേണ്ടി, കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫ്രിഡ്ജ് ബോക്സിൽ വേസ്റ്റുകളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു, അത് ഒഴുകി കിടക്കുന്നു. നമ്മുടെ പഴയൊരു സെറ്റ് ഉണ്ട്, അത് ഒഴുകി കിടക്കുന്നു. പിന്നെ കുറേ തടി പീസുകളുണ്ട്, എല്ലാം ഒഴുകി വന്ന് ഇവിടെ കിടക്കുക. ഈ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ആഴമുണ്ട്. നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വീട്ടിനുള്ളിലേക്ക് വെള്ളം കയറാഞ്ഞത്. അത് ഇനിയിപ്പോൾ അപ്പർ കുട്ടനാട് മേഖലയിലൊക്കെ ഇങ്ങനെ ഒരു സിസ്റ്റം ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ അരിയിലെ കുട്ടന്മാരൊക്കെ കസേരയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, ഈ അരിയിലെയും അതുപോലെ കിട്ടാവുന്ന ചെടികളൊക്കെ വെക്കാവുന്ന പൊക്കത്തിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെയൊക്കെ വെള്ളം കയറി, ഇവിടെയൊക്കെ മുട്ടോളം വെള്ളം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കുറേ ഒഴിവാക്കാൻ പറ്റാത്ത ചെടികളുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. ഇപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്യണം. വെള്ളം ഇറങ്ങുന്ന അനുസരിച്ചിട്ട് ഇത് മുഴുവൻ നമ്മൾ ഇറക്കി വിട്ടുകൊണ്ടേ ഇരിക്കും. അതാണ് നമ്മുടെ ഒരവസ്ഥ. അതെ, ഇനി ചട്ടികളെല്ലാം കഴുകണം. കഴുകി ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ കഴുകി തന്നെ നമ്മൾ വൃത്തിയാക്കി വെക്കും. അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഓരോ ചട്ടിയിലും വെള്ളം അടിച്ച് പിന്നെ ഒരു പരിപാടിയും നടക്കത്തില്ല. ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് എല്ലാം ക്ലീൻ ചെയ്ത് പോകും. ഇനി ഒരു വെള്ളം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതേ ചള്ളയാവും. ഇപ്പോൾ എളുപ്പമുണ്ട് ഇങ്ങനെയൊന്ന് കഴുകി വെക്കാൻ വേണ്ടി. അതായത് ചട്ടിക്ക് നല്ല വെയിറ്റാണ്, മണ്ണും കൂടിയല്ലേ ഇരിക്കുന്നത്, അത് പാടാം. അപ്പോൾ എന്തായാലും ഇനിയുള്ള ജോലികളൊക്കെ നടക്കുന്നു. അപ്പോഴത്തേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.